എൻ്റെ പേര് ഗിഫ്റ്റി. ഞാൻ പാലക്കാട് രൂപതയിൽ നിന്ന് കടമ്പഴിപ്പുറം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ മോൾക്ക് ഒരു കുറുങ്ങൽ പോലെ വന്നു. മോളെ എന്നിട്ട് ഞങ്ങളൊരു 4 ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചിട്ടും അവൾക്ക് കുറുങ്ങൽ കുറയുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കാണിച്ചൊരു ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഡോക്ടർ ഒരു CCT എടുത്തു. CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് പീഡിയാട്രിക് സർജനെയാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമൃതയിൽ പോയി. അമൃത ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ പീഡിയാട്രിക് സർജൻ കണ്ടിട്ട് പറഞ്ഞു, ഇത് നമുക്ക് സർജറി ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ബ്രെയിനിലേക്കുള്ള വെസൽസിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, മോളെ വെന്റിലേറ്ററിലാക്കാൻ പറ്റില്ല, ട്യൂബ് ഇടാനായിട്ടൊന്നും പറ്റില്ല, ട്രക്കി ഒബ്സ്ട്രക്റ്റഡ് ആണ്, നമുക്ക് എന്തായാലും ഒരു ബയോപ്സി എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവായിരുന്നു. മോൾക്ക് ന്യൂറോബ്ലാസ്റ്റോമ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ഞങ്ങൾ നേരെ മെഡിക്കൽ ഓങ്കോളജിയിലേക്ക് റെഫർ ചെയ്തു. അവിടുത്തെ സാറ് കണ്ടു, കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. 8 സൈക്കിൾ കീമോതെറാപ്പി. ആ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അത്ഭുത ജപമാല കണ്ടു തുടങ്ങിയത്. അത്ഭുത ജപമാല കണ്ട് അവളുടെ ഫസ്റ്റ് കീമോ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു അത്ഭുത ജപമാല കഴിഞ്ഞു. 2ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും റാഫേൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, 9 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ തൊണ്ടയിലെ മുഴ ഈശോ എടുത്ത് മാറ്റണമെന്ന്. അത് മാറ്റി. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴവൾക്ക് സിംറ്റംസ് കുറേശ്ശേ ഉണ്ടായിരുന്നു, എന്നാലും കുറേ കുറഞ്ഞു. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച അത്ഭുത ജപമാല കാണുമ്പോൾ അച്ഛൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, 9 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ക്യാൻസർ എടുത്ത് മാറ്റുന്നു എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം മോൾക്ക് ഒരു സിംറ്റംസും ഇനി ഉണ്ടായിട്ടില്ല. 8 സൈക്കിള് കീമോ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് US നിന്ന് ഒരു പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് വന്നു. കണ്ടിട്ട് വെള്ള റിപ്പോർട്ട്സ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞത്, കീമോതെറാപ്പി കഴിഞ്ഞ് റേഡിയേഷൻ തെറാപ്പി വേണം, അത് കഴിഞ്ഞ് സർജറി, അത് കഴിഞ്ഞ് ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനെ ഒരു 1 കോടിയുടെ അത്രയും ചിലവ് വരുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ 8 സൈക്കിൾ കീമോതെറാപ്പി കഴിഞ്ഞ് PET CT ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു മെഡിസിനും വേണ്ട, ഒരു ട്രീറ്റ്മെന്റും വേണ്ട, ഒന്നും വേണ്ട. കുറുകലൊക്കെ മാറിയോ? ഇപ്പൊ എല്ലാം പോയി, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എല്ലാം 3 മാസം കൂടുമ്പോഴും ചെക്കപ്പിന് അത്രേ ഉള്ളൂ. കാര്യങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞ എന്തൊരു വലിയ സൗഖ്യം കർത്താവ് തന്നിരിക്കുന്നത് കണ്ടോ. 3 ചെക്കപ്പ് കഴിഞ്ഞു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ദൈവമേ, എന്തൊരു വലിയ സൗഖ്യം. ആ സമയത്ത് തന്നെ ഞങ്ങൾ എത്രാം മാസം മുതൽ തുടങ്ങി കൊച്ചിന്? അവൾക്ക് 8 മാസം കഴിയാറായപ്പോ. എത്ര വയസ്സ്? ഇപ്പൊ അവൾക്ക് 1 വയസ്സും 10 മാസവും. ഇതൊക്കെ മാറിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതൊക്കെ സംഭവിച്ചത് അല്ലേ? കഴിഞ്ഞു. പിന്നെ അതുപോലെ ആ സമയം തൊട്ട് തന്നെ ഞങ്ങള് ദശാംശം കൊടുത്തു തുടങ്ങിയായിരുന്നു. ആ ദശാംശം കൊടുത്ത് പിന്നത്തെ മാസം ഹസ്ബൻഡിന് സാലറി ഹൈക്ക് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് മോളുടെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ദശാംശം കൊടുത്തതിന് ശേഷം കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞത്. ദശാംശം കൊടുത്തതിന് ശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ലേ? കഴിഞ്ഞില്ല. നന്ദി പറയാം കേട്ടോ.